എൻ്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഞെട്ടിക്കുന്ന വാർത്ത തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഞെട്ടാനൊന്നും പോയില്ല. കാരണം എന്താ വെച്ചാൽ ഞെട്ടി ഞാൻ പറഞ്ഞല്ലോ, ഇത് എപ്പോഴും ഞെട്ടിച്ച് നമ്മളിപ്പോൾ ഒന്നിനും കൊള്ളാതെ അവരാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. ഇന്ന് രാവിലെ തന്നെ കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ചെറിയൊരു കച്ചവീച്ച, അതായത് അച്ഛനും മോനും അല്ലേ രണ്ടെണ്ണം ചിലപ്പോഴും അടിച്ചിട്ടുണ്ടാകും. അവൻ അവിടെ നിന്ന് ഒരു വടിയെടുത്തിട്ട് സിമ്പിളായിട്ട് ടക്ക് എന്ന് പറഞ്ഞ് മുട്ടി അച്ഛൻ ആയി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് ഒരുത്തനറിഞ്ഞ് ഭാര്യനെ ഇന്നലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയിട്ട് ഇവൻ പോയിട്ട് ട്രെയിൻ റൂമിൽ ചേർന്ന് പോലീസിനോട് വിളിക്കുക, ഞാനിപ്പം ചാവ് പറഞ്ഞ് ഇനിയിപ്പോൾ പിടിച്ചു വെച്ചോന്ന്. അതങ്ങനെയൊന്ന്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് മറ്റേ വിവരം വരുന്നത്. എന്നാ അറിയാം, സംശയ രോഗം മൂത്തിട്ട് ഭാര്യനെ ജോലിക്ക് പോകുന്ന ആ പെണ്ണിനെ അതിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരുത്തൻ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തു പോലും പറഞ്ഞു. അല്ലടോ, ഇത് എന്താണ് സംഭവിച്ചത്? നമ്മുടെ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ അല്ല ലോകം മുഴുവൻ ഭ്രാന്താണോ അല്ല അറിയാതുകൊണ്ട് ഇരിക്കുന്നതെന്ന്? പക്ഷേ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ എൻ്റെ പൊന്നു മക്കളെ. ഈ സംശയമായാലും വേണ്ടിയില്ല, അതുപോലെ കൊലപാതകമായാലും വേണ്ടിയില്ല, മനുഷ്യന്മാർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായാലും വേണ്ടിയില്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം വേറെ ഒന്നും അല്ല. എന്നാ അറിയാം, സാമ്പത്തികം തന്നെയാണ്. അതായത് സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകയാണ്. നമ്മളിതൊന്നും കാണൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴല്ല പളവള മിന്നുന്ന ഡ്രസ്സുണ്ട്, അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മറ്റേ ഗോൾഡും ഉണ്ടല്ലോ, ഏത് 1 ഗ്രാം ആ ഗോൾഡും ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുണ്ട്, കാറുണ്ട്, സകലതും ഉണ്ട്. പക്ഷേ ഓരോ മാസവും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഇവർ പെടാപ്പാട് പെടുകയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാം, ഈ കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രം. വേറെ എവിടെ ജീവിക്കാനും ഇത്രയും പൈസ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഏത് രാജ്യത്ത് പോയിട്ട് ഏത് സംസ്ഥാനത്ത് പോയിട്ടായാലും നമുക്കിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണ്ട. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് വേണം, അതുപോലെ തന്നെ ബൈക്ക് വേണം. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോയവൻ, അതായത് ഇവിടുന്ന് ചിലപ്പോൾ അവൻ്റെ വീട്ടിലുള്ളത് ഇന്നോവയായിരിക്കും, പക്ഷേ ഗൾഫിൽ ദുബായിലൊക്കെ അവൻ ജോലിക്ക് പോകുന്നില്ല, സൈക്കിളിലായിരിക്കും അവിടെ നിന്ന്. ആലോചിച്ച് നോക്കങ്ങൾ. അതുപോലെ സൗദി അറേബ്യയിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വീടും വലിയ കാറൊക്കെ ഉള്ളവനായിരിക്കും. അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ചെറിയൊരു സ്കൂട്ടറില്ല, അതിൻ്റെ അകത്തായിരിക്കും അവിടെ നിന്ന് ജോലിക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അത് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മലയാളികൾ പല ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. അതായത് 25,000 ശമ്പളം വാങ്ങിച്ചിട്ട് അവിടെ മക്കളെ പഠിപ്പിക്കുന്നവരുണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്. കാരണം എന്താ അറിയുക, അവരെ വീട്ടുവാടക എത്ര അറിയാം, 4,000 ഉറുപ്പിയാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അതിശയപ്പെടും. എന്താ അറിയുക, ബാംഗ്ലൂരിൽ അങ്ങനെയാണ്. അവിടെ മുന്തിയ രീതിയിലും നമുക്ക് താമസിക്കാം, ചെറിയ രീതിയിലും താമസിക്കാം. അതെങ്ങനെ വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. നേരെ മറിച്ച് കേരളത്തിൽ അതല്ല സ്ഥിതി. കേരളത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവനെ നോക്കിയിട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് EMI ഉണ്ട്, നമുക്കൊരുപാട് കടങ്ങളുണ്ട്, നമുക്ക് വലിയ വീടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കലാണ്. ശരിക്കും ഒരു കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഓരോരാൾക്കും ഓരോ റൂം അത്രയേ ആവശ്യമുള്ളൂ. നമ്മൾ അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കുന്നത് മണിമാളികയാണ്. അതായത് സൈഡ് വാർപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ കൊലപാതകം നടക്കാറുണ്ട്. ആലോചിച്ച് നോക്കേട്ടേന്, അങ്ങനെ വരെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അയാൾ ആ ഒരു യുവതിയെ ചെയ്തത് അയാളുടെ ഭാര്യയെ സംശയ രോഗമാണെന്നാണ് പറയുന്നത്. അതായത് ഈ സംശയ രോഗം വരുന്നതും ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ സൗഹൃദം അവരെങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതായത് നമ്മൾ ഡീസൻ്റ് ആയിരിക്കും, നമ്മളൊരു സ്ത്രീ ആണെങ്കിൽ അവർ ഡീസൻ്റ് ആയിരിക്കും, അവർ വളരെ നല്ല രീതിയിലായിരിക്കും. അയ്യോ അവനുമായിട്ടൊരു സൗഹൃദം, അതൊരു നല്ല സൗഹൃദമായിട്ട് കൊണ്ടുപോകണം, അവനുമായിട്ടൊരു ആ ഒരു കൂട്ടിൽ മാത്രം ഒതുങ്ങണം എന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷേങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നയാൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അവൻ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കും. അതായത് ഒരു മനുഷ്യന്മാരെയും മനസ്സ് നമുക്കറിയാൻ കഴിയില്ല. നമ്മൾ നോക്കുമ്പോഴെന്ന് പറഞ്ഞ് ഇവനൊക്കെ പഞ്ചപാവങ്ങളായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചുഴ്ന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷത്തിൻ്റെ കണികകളായിരിക്കും അവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും നിങ്ങളെല്ലാം ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം, അതൊരു പരിധി കൂടുതലാവരുത്, അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. അതായത് നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു തട്ട് കിട്ടുന്നതാണെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം, അല്ലാതെ അവിടെ കിടന്ന് പിന്നെ വെല്ലുവിളിക്കരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭർത്താക്കന്മാർക്ക് പിന്നെ സംശയിക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. എന്ത് കിട്ടിക്കഴിഞ്ഞാലും അവർക്കൊരു ന്യായീകരണം തന്നെ സംശയമാണ്. അവരുടെ കാര്യങ്ങൾ കൊണ്ടും അവരുടെ പിന്നെ പോഴത്തരം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് ഇടിഞ്ഞു വീണാലും അത് ഭാര്യയിലുള്ള സംശയമാണ്. അങ്ങനെയൊക്കെ നോക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. എന്നാൽ ഇവറ്റകൾക്ക് ഭാര്യമാർ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞില്ല, അതിട്ട് കഴിയുകയും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 600-700 റുപ്യേൻ്റെ പണിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ എന്ന് പറഞ്ഞാൽ ബീവറേജിൽ പോകണം, അവിടെ ക്യൂ നിൽക്കണം, കട്ടൻ മേടിക്കണം, 3 പേര് 4 പേരുള്ള കൂട്ടുകാർ, എന്നിട്ട് മണിക്കടലയും മേടിച്ചിട്ട് തിന്നുകൊണ്ട് ഇതാക്കിയിട്ട് എന്നാക്കിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വേണം. അതാ സ്ഥിതി, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെങ്ങനെ ജോലി ചെയ്യാൻ അറിയാം. നമ്മളിപ്പോൾ ഈ കൊത്തുന്ന പണിയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിൽ നോക്കും,
4:55, 56, 57, 58, 60 എന്ന് പറയുമ്പോഴേക്ക് 5 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഒരുങ്ങി അങ്ങ് ഓടി. എവിടത്തേക്കാണ് ഓടുന്നത്? നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് ബിവറയിലേക്കാണ്. എല്ലാവരെയും കാര്യം അല്ലടോ ഞാൻ പറയുന്നത്. എന്നാൽ അതെ, എല്ലാവരെയും കാര്യം തന്നെയാണ്. അതായത് 90% ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. അധ്വാനിക്കുന്ന പണി എന്നാണ് ഇവരെല്ലാം എന്നിട്ട് പറയുന്നത്. അയ്യോ പണീൻ്റെ ക്ഷീണം തീർക്കാനാന്ന്. എടോ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഗൾഫിൽ, അതുപോലെ സൗദി അറേബ്യയിൽ, ഇനിയിപ്പോൾ ദുബായിലാണെങ്കിൽ എവിടെന്നെങ്കിലും ഒരു കുപ്പി മേടിക്കാമെന്ന് വിചാരിക്കുക, സൗദി അറേബ്യയിൽ, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അന്നേരം പറയും അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചിട്ട് വരുന്നതാണ്. എൻ്റെ പൊന്നും കുടമേ, നിങ്ങളൊരു കാര്യം ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുപ്പി അടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കുപ്പി വാങ്ങിച്ചുകൊണ്ട് വെക്കേ. അത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു 1-2 സിപ്പ് എടുത്തിട്ട് കഴിക്കുക. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ കട്ടന് പഠിച്ച് വീട്ടിൽ പോയിട്ട് നീ എന്നെ എനിക്ക് അറിയാടി, നീ അവൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ പറയുന്നത്? അവർ നല്ല രീതിയിൽ പ്രതികരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഭർത്താക്കന്മാരുടെയും സ്വഭാവം ഇതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കുടുംബകലഹമെന്നേ ഞാൻ പറയുള്ളൂ. ഇവന് കഴിയാതിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവന് ബാക്കിയുള്ളതെല്ലാം സംശയമാണ്. അതായത് ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ഒന്നിനും കൊള്ളാതെ, അതായത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിൽ എന്തെല്ലാം വേണമെന്ന്, അതുപോലും ശേഷിയില്ലാതെ ബോധം കെട്ട് ഉറങ്ങുന്ന ഇവന് പിന്നെ കാണുന്നത് മുഴുവൻ സംശയം തന്നെയാണ്. അതിന് പിന്നെ ആരെയും പരിചാരിയിട്ട് കാര്യമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ ഓനെ കണ്ടറിയാ, ഓനെല്ലാം വേറും പേരും കാളം വെള്ളടിക്കാരനാണ് നടന്ന്. മനസ്സിലായ? ഓനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്ത്രീയുടെ ചെലവിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഇവൻ്റെ ബൗസുള്ള സംശയം എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സംശയക്കാർക്ക് ഒരു തരത്തിലും പറഞ്ഞാൽ ഈ സംശയക്കാരുടെ കൂടെ നിങ്ങൾ ജീവിക്കരുത്. അതായത് ഈ സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ടോളണം. എന്തിന് ഓമാറെ ചില ആൾക്കാർ പറയും പേരിന് വേണ്ടിയിട്ട് ഒരാൾ എന്ന്. എന്തിനാ പേരിന് ഒരാൾ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളായി കഴിഞ്ഞാലും വലിയ ശിക്ഷയൊന്നുമില്ല. ഒരാളെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി വിധിക്കുമെന്നല്ലാതെ അതിനങ്ങ് ഇതൊന്നും ആകൂല. ഇവിടെ വിചാരിക്കുന്നത് എന്താ പറയുക, നമ്മളെല്ലാം വിചാരിക്കുന്ന കേസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഒരു ബലിയില്ലടേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചില ആൾക്കാർ കേസെടുക്കുക എന്ന് പറയുന്നത്, ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആർക്കും ഒരു വലിയ ബലിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇതൊന്നും പേടിയില്ല, കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ സ്വയം രക്ഷ നോയിക്കോ. ഓൻ കഴുത്ത് ഞെരിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഞെരിക്കാൻ വിട്ടു കൊടുക്കൊന്നും വേണ്ട. അവിടെ ഉണ്ടാവുമല്ലോ വേറെ എന്തെങ്കിലും എടുത്തോണ്ട് ചമ്മടക്കെട്ട് കൊടുക്കണമെന്നായിരുന്നു. പിന്നെ ഓൻ ജീവിതത്തിൽ നിങ്ങളെ ഞെരിക്കാൻ വരില്ല. അത് മനസ്സിലാക്കി. ഇതെന്ന് പറയുന്നത് ഞെരുക്കിക്കോ, കഴുത്തി ഞെരുക്കിക്കോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കുത്തിക്കോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പോയിട്ട് പ്രശ്നമാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ സഹിക്കാൻ കഴിയാതിരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ചെയ്തോളുക. എന്ത് അവനെ അങ്ങ് വിട്ട് ഒഴിവാക്കിക്കോളൂ, അത്ര തന്നെ. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കും, അത്രയേ വേണ്ടൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമന്നുകൊണ്ട് വെക്കണമെന്ന് വല്ല നേർച്ചയും കാറ്റുണ്ടോ? ഈ വെള്ളമടിച്ച് വന്നിട്ട് പോത്തുവാല കിടന്നുറങ്ങുന്ന ഇവനൊക്കെ എന്തിന്? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവരൊക്കെ സംശയിക്കാൻ വേണ്ടിയിട്ട് ചില കാരണങ്ങളുണ്ടാകും. പിന്നെ ചില ആൾക്കാർ, ചില സ്ത്രീകളാണെങ്കിൽ എന്നെ സംശയിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളികൾ ഇതുണ്ടാവും. അതായത് രാത്രി കാലങ്ങളിൽ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് സ്വകാര്യമായിട്ട് ഫോൺ ചെയ്യൽ, ഭർത്താവ് വരുമ്പോൾ ഭർത്താവ് ഇത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ഒരുപോലെ, എല്ലാം നല്ലതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ കളിക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയാം. അതായത് ഈ സുഹൃത്തുക്കളും കുറേ ആൺ സുഹൃത്തുക്കളും കുറേ പെൺ സുഹൃത്തുക്കളും ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാം. കല്യാണം കഴിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ടൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നന്ദി, നമസ്കാരം.